ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അതായത് ഉത്രാടപ്പാച്ചിൽ തുടങ്ങാനുള്ളൊരു സമയമായി വിസിലടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാഹുൽ വീണ്ടും ചാലയിൽ നമുക്കൊപ്പം ഉണ്ട്. അതെ, രാഹുലിലേക്ക് തന്നെ പോവാം. അവിടെ എന്താണ് വിശേഷങ്ങളെന്ന് അറിയണമല്ലോ. രാഹുൽ, അവിടെ പൂക്കച്ചവടമാണ് ഏറ്റവും രാവിലെ തുടങ്ങുന്ന ഒന്ന് ചാല മാർക്കറ്റിൽ. പിന്നെ ഉള്ളത് പച്ചക്കറിയും പഴങ്ങളും തുടങ്ങി എല്ലാം ഉണ്ട് അവിടെ. ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നു എന്ന് അവിടെ നിൽക്കുമ്പോൾ അറിയാം. അപ്പോൾ ചാലയുടെ ഹൃദയത്തുടിപ്പ് ഒന്ന് പങ്കുവയ്ക്കൂ രാഹുൽ. അതായത് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് രാവിലെ ഇറങ്ങുന്നു. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ചാലയിൽ ഈ റോഡിൽ നിന്ന് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ മഞ്ഞ നിറങ്ങൾ കാണാം, മഞ്ഞ നിറങ്ങൾ, റോസ് നിറങ്ങൾ കാണാം. ആ കടയിലേക്ക് അവർ കയറി പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ പൂ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെ പച്ചക്കറികൾ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. നേരെ പച്ചക്കറി കടയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇതാണ്ട് ഞാൻ മറ്റൊരു കടയിലേക്ക് എത്തി. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 പൂക്കൾ. ഒന്ന് മനോഹരമായ മഞ്ഞ റോസാപ്പൂ, ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതിനകത്ത് തന്നെ ചെറിയ ചെറിയ നിറങ്ങൾ വേറെയുണ്ട്. തൊട്ടപ്പുറത്ത് ആസ്ട്ര എന്നാണ് പറഞ്ഞത് കേട്ടോ. ആസ്ട്ര പൂ നല്ല രസമുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ കാണാൻ രസമുണ്ട്. ഇത് രണ്ടും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേരളക്കാരല്ല, മലയാളികളല്ല, മൈസൂരിൽ നിന്ന് എത്തിയവരാണെന്ന് പറഞ്ഞു. അപ്പം ഇതുവരെ കാണണമെങ്കിൽ ദൂരെ പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഈ കട ഒരമ്മയുടെ കടയാണ്. എന്തായാലും ഓണം എന്ന് പറഞ്ഞാൽ കഥകളുടെ കൂടിയാണ്. ആ കഥ കൂടി കേൾക്കാൻ വിചാരിച്ചു. അമ്മയ്ക്ക് മനോഹരമായ പേരാണുള്ളത്, അമുദിനി അമ്മയുടെ കടയാണ്. അമുദിനി അമ്മ തിരക്കിലാണെന്ന് പറഞ്ഞു നമ്മളോട്. അമ്മ തിരക്കിലാണ്. അപ്പോൾ ഇവിടെ മയിൽപ്പീലിയുണ്ട്, അവിടെ മഞ്ഞക്കോടിയുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നൽകുന്ന അമ്മയാണ്. അമ്മേ നമസ്കാരം. നമസ്കാരം. രാവിലെ എത്ര മണിക്ക് എത്തി? ഞാൻ 4:30 എത്തി. അപ്പോൾ പൂക്കൾ കൊടുക്കുകയാണ്. ശരി, അമ്മ ജീവിതത്തിൽ കുറേ പൂക്കൾ ഇട്ടാണല്ലോ. ഇഷ്ടപ്പെട്ട പൂക്കൾ തന്നെ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂപ്പ് ഇവിടെ ഇല്ല. പിച്ചി മുല്ലയൊക്കെയാണ് ഇഷ്ടം. എന്താ കൊടുക്കാത്തെ? അത് ഇനി വൈകുന്നേരം വണ്ടി വരത്തുള്ളൂ, ഉച്ചയ്ക്ക് വണ്ടി വരത്തുള്ളൂ. അതെ. ഇപ്പൊ ഇതൊക്കെ മൈസൂരിൽ നിന്നുള്ള പൂക്കളാണ്. മൈസൂർ, ഇത് ഹൊസൂർ, ഇതെല്ലാം. ഇത് തോവാളൊക്കെയാണ് ഇതൊക്കെ. അമ്മ ഇവിടെ ഇപ്പൊ മയിൽപ്പീലിയുണ്ട്, മഞ്ഞക്കോടിയുണ്ട്. ഇത് രണ്ടും എന്താ പ്രത്യേകത? മയിൽപ്പീലി കൃഷ്ണന് ഇതിന് വേണ്ടി, പിന്നെ അത്തം ഇട്ടിട്ട് അതിലിങ്ങനെ കുത്തി വെക്കും. പിന്നെ മഞ്ഞമുണ്ട് നമ്മൾ അപ്പനെ വെക്കും. ആ അപ്പനെ ഉടുക്കാനായിട്ട്, ഓണത്തപ്പൻ ഉടുക്കാനായിട്ട് അത് വെക്കും. പിന്നെ മഹാബലി വരുമ്പം വെക്കും. എല്ലാ ദൈവങ്ങൾക്കും പടത്തിൽ വെക്കും. അപ്പൊ ഓണം എന്ന് പറഞ്ഞ സന്തോഷമാണ്. ഇപ്പൊ എത്ര മണി വരെ തുടരും അമ്മ ഇത്? ഇത് രാത്രി ഇന്നൊരു 12 മണി വരെ പോകും. 12 മണി വരെ പോകും. അപ്പോൾ ആളുകൾ വന്നതുകൊണ്ട് ഈ മഞ്ഞക്കോടി വാങ്ങിക്കാൻ ആളുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇപ്പോൾ അമുദിനമ്മയ്ക്ക് എല്ലാ പൂക്കളും അറിയാം, എവിടെ നിന്ന് വന്നു എന്നൊക്കെ അറിയാം. നമ്മുടെ പച്ച നിറങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീടിന് മുന്നിൽ വെക്കുന്ന കുഞ്ഞു ഇലകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യൂബ് റോസിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഞാൻ എന്തായാലും ഉടനെ അത് കണ്ടുപിടിച്ച് മൊത്ത ചേച്ചിക്ക് നൽകും എന്ന് കൂടി ഞാൻ ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ചാലയിലെ കാര്യങ്ങൾ ഇതാണ്. കാരണം രാവിലെ ആളുകൾ ഇറങ്ങി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. ഇഷ്ടപ്പെട്ട പൂക്കൾ, ചില പൂക്കളൊക്കെ ഇവിടെ വെച്ച് കണ്ടാണ് അത്തപ്പൂക്കളത്തിൻ്റെ നിറങ്ങൾ മാറ്റുന്നത്, ഡിസൈനുകൾ മാറ്റുന്നത്. എന്തായാലും ഉത്രാട പാച്ചിലാണ്. ആ പാച്ചിലിനൊടുവിൽ നമുക്കെല്ലാം അറിയാം ഈ ഓണനിലാവുണ്ട്, അതും ഇന്നാണ് വരുന്നത്. ഉത്രാട പൂനിലാവ്, ആ പാട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ പൂനിലാവിലേക്ക് മയങ്ങാൻ, അസ്തമിക്കാൻ തുടങ്ങുന്നൊരു പ്രഭാതമാണ്. അതിനുശേഷം പിന്നെ ആഘോഷമാണ് തിരുവോണത്തിൻ്റെ. അപ്പോൾ പാച്ചിൽ തുടങ്ങിയിട്ടില്ല, പാൻ തുടങ്ങിയിട്ടില്ല. കാരണം തിരക്ക് കുറവാണ്, ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും വരും മണിക്കൂറുകളിൽ ഉത്രാട പാച്ചിലേക്ക് കാര്യങ്ങൾ കടക്കും.